പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ആത്മാവിൻ്റെ വസ്ത്രമാണ് വിശുദ്ധി. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. എബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. റോമ 1:6-7 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നാം ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമാണ്. നാം വിശുദ്ധരാകണമെങ്കിൽ നമ്മിലുള്ള അശുദ്ധിയെ നീക്കം ചെയ്യണം. എഫേസോസ് 4:22 തിരുവചനം പറയുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ എന്ന്. നമ്മുടെ പഴയ മനുഷ്യനെ ദൂരെ എറിയണമെങ്കിൽ നാം ആത്മീയമായി ബലം പ്രയോഗിക്കേണ്ടി വരും, സമരം ചെയ്യേണ്ടി വരും. നമുക്ക് സുഖം തരുന്ന, സന്തോഷം പകരുന്ന ലോകത്തിൻ്റെ പല ഘടകങ്ങളും, കയ്യടികളും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും എല്ലാം നാം ഉപേക്ഷിക്കേണ്ടതായി വരും. ധനമോഹവും സ്വാർത്ഥതയും അസൂയയും അഹങ്കാരവും വിദ്വേഷവും വെറുപ്പും എല്ലാം, അതുപോലെ ജഡിക പാപങ്ങളും നാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാം നടത്തുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ 10ാം സ്ഥാനത്ത് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാൻ കൃപ തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണമെങ്കിൽ, ഈ ലോക മോഹങ്ങളെ ഉപേക്ഷിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ബലപ്രയോഗത്തിലൂടെ അത് നേടിയെടുക്കണം. അതാണ് തിരുവചനം പറയുന്നത്, ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചടക്കും എന്ന്. നാം നമ്മെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ നാവിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് കടക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് യേശുവിനെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. റോമ 12:1 അല്ലെങ്കിൽ 1-2 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിക്കറിയാനുള്ള കഴിവ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് സാധിക്കും. നാം പലപ്പോഴും പറയാറുണ്ട്, ഈ വചനങ്ങളൊക്കെ വളരെ ഭാരമുള്ളതാണ്, ഇതാർക്കാണ് പാലിച്ച് ജീവിക്കാൻ സാധിക്കുക എന്ന്. എന്നാൽ പ്രഭാഷകൻ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ, പ്രഭാഷകൻ 15:15 പറയുന്നു, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തയോടെ പെരുമാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി നാം പലതും സഹിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമേ യേശുവിനെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലോകമോഹങ്ങളും ലോകത്തിൻ്റെ പ്രേരക ശക്തികളും പ്രലോഭനങ്ങളും എല്ലാം നമുക്കുണ്ടാക്കുന്നത് സാത്താനാണ്. എഫേസോസ് 6:11 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ? സത്യവും നീതിയും സമാധാനവും എല്ലാറ്റിലും ഉപരിയായി ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനവുമാണ് നാം കയ്യിലേന്തേണ്ടത്.
നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? മാർക്കോസിൻ്റെ സുവിശേഷം 12:14 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റുകയില്ല, നാം പ്രലോഭനങ്ങൾ വീഴുകയില്ല, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലെത്തി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ആ യേശുവിന് വേണ്ടിയാണ് ഇനി ജീവിക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവാണ് നമ്മെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.